ഹലോ ഫ്രണ്ട്സ്. ഞാനാണ് ശ്രീ ഫ്രം എറണാകുളം. ഞാൻ നാളെ തുടങ്ങി യൂട്യൂബ് വീഡിയോ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. ഒന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാകത്തില്ല, അതിനോ. പക്ഷെ നാളെ രാവിലെ വെളിച്ചം വരുമ്പോൾ ഇങ്ങനെ കാണുന്നതായിരിക്കും. ഇപ്പോഴാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് കരുതി. ഞാനൊന്ന് എണീറ്റ് ആ ഹാളിൽ പോയി ലൈറ്റൊക്കെ ഇട്ട് എൻ്റെ ഫേസാണെങ്കിൽ എനിക്ക് വയ്യ. അപ്പോൾ ഇന്ന് തുടങ്ങി ഞാൻ എൻ്റെ വീഡിയോ എടുക്കും എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഇനി പങ്കുവെക്കുകയാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് എല്ലാം വേണം, സബ്സ്ക്രൈബും വേണം. ഓക്കെ പ്ലീസ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ബൈ. നാളെ കാണാം. Hello guys, good morning. എണീറ്റു. ഇതാണ് എൻ്റെ കട്ടില്. ഇതെൻ്റെ ടിങ്കുറു. ഹായ് ടിങ്കുറു. ഹായ് ഹായ്. അതെൻ്റെ റൂംമേറ്റ് അപ്പുറത്തോട്ട്. ഞാൻ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ കേരള എപ്പോഴും ഈ വഴിയാണ് ഗൈസ്. ഈ വഴി ഞാൻ കയറിയിട്ട് ഞാൻ ഈ വഴി ഓർന്നിറങ്ങുക ഗൈസ്. എനിക്ക് ഗൈസ് എന്ന് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ വയലിപ്പോൾ അതേ വരുന്നുള്ളൂ. ബിക്കോസ് എല്ലാ മറ്റേ മൊണ്ണ യൂട്യൂബേഴ്സും ഗൈസ് എന്നാണ് വിളിക്കാറുള്ളൂ. അതെ, അപ്പത്തൊരു ഹിന്ദിക്കാരൻ. ഇവൾക്ക് ഇതുവരെ താഴത്തേക്ക് ഇറങ്ങാറായിട്ടില്ല. ഇറങ്ങുമ്പോഴേക്ക് ടൈം ഇതൊക്കെ പോസ്റ്റ് ചെയ്യാവോ? ഞാനും യൂട്യൂബർ ആവും. ഞാനും വലിയ യൂട്യൂബർ ആവും. 5 million ഒക്കെ ഉള്ള യൂട്യൂബർ ആവും ഞാൻ. എന്നിട്ട് ബിഗ് ബോസിലൊക്കെ വരും, വ്ളോഗൊക്കെ ചെയ്ത്. അടുത്ത വ്ളോഗ് എടുക്കാം. ഇത് കോൾഗേറ്റിന്റെ ബ്ലൂ കളർ ടൂത്ത് ബ്രഷ്. പറയൂ, ബാക്കി പറയൂ. സെൻസഡന്റ് ബ്രഷ്, ഫ്രഷ് മൊമെന്റ്സ്. ഇത് മറ്റേ ഇത് ഏതിന്റെ കമ്പനിയായിരുന്നത്? മൊഡിക്കെയറിന്റെ പേസ്റ്റ് ആണിത്. മൊഡിക്കെയർ ലോക്കൽ ഗൈസ്, ലോക്കൽ. പക്ഷെ നല്ല പേസ്റ്റാണ് ഇത്. നല്ല പേസ്റ്റാണ്, ഭയങ്കര സുഖമാണ്. നമുക്കിത് സ്മെല് ചെയ്ത് നോക്കിട്ട് നല്ല പേസ്റ്റാണ് ഗൈസ്. പിന്നെ ഇവള് ക്ലോസപ്പിന്റെ സ്മെല്ലാണേലും പക്ഷെ നല്ല. ഇത് പല്ലിനൊക്കെ നല്ലതാണ് ഗൈസ്. എന്റെ ഇനാമലൊക്കെ പോയതൊക്കെ തിരിച്ച് വണ്ടി കയറി വരും. ഞാൻ ഇതിന്റെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, കുറച്ച് പേസ്റ്റാണ് എന്റെ സെൻസർ. ഈ ടൂത്ത് ബ്രഷ് കിട്ടിയ കഥ ഞങ്ങൾ വഴിയെ പറയുന്നതായി പറയത്തില്ല ഗൈസ്. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അതിൽ അത് പറയരുത്. അവിടുത്തെ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? മോശമല്ല. ബ്രഷ് എടുത്തോ, എന്നെ എടുത്തോ. ഇപ്പോൾ സമയം ഒരു 9:45 ഗൈസ്. ഞങ്ങൾ പല്ലേച്ച് വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഷുഗർ കട്ടുള്ള ആളുടെ ഷുഗർ കട്ട് കൂടി കളഞ്ഞിട്ട് ഞാൻ ഷുഗർ കട്ടിലാണ് ഇപ്പോ 2 ദിവസമായിട്ട്. ഇന്നലെ എന്നിട്ട് ഷുഗർ കണ്ടന്റുള്ള പൊമഗ്രാനൈറ്റിന്റെ ജ്യൂസ് വെട്ടി വിഴുകിയ ആളാണ് ഗൈസ് പറയുന്നത്. വെറുതെ കുറച്ച് കുടിച്ചുള്ളൂ, കുറച്ച്, ഒരു 2 ഗ്ലാസ്. അതെ, ഒരു ഇതില്ലാണ്ട് കുടിച്ചരക്കിട്ട് വെണ്ടില്ല. പക്ഷെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലാക്കി 45% കണ്ടന്റ് ഉള്ളു ഷുഗറിന്റെ. പറഞ്ഞ 0 കഴിക്കണം ഷുഗർ. പിന്നെ എന്തിനാ ഷുഗർ കട്ടാ പറയേണ്ട ആവശ്യം? അപ്പൊ കൂട്ടുകാരെ, പല്ല് ശരി
ഇനി എൻ്റെ പുതിയ ടിഷ്യൂ ബോക്സിങ് ടിഷ്യൂ പുതിയ ടിഷ്യൂ എക്സ്പെൻസീവായി ടിഷ്യൂ ഇട്ട് കിടക്കണത്. പിന്നെ കണ്ണിക്കട തുണിയൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരു തുടുക്കൾ കുറേ വന്നു. പിന്നെ കുറഞ്ഞത് പിന്നെയും കൂടി. ഇത് കുരു കിടത്തത് പക്ഷേ ടിഷ്യൂ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ പുതിയ കുരുവാണ്. ഞാൻ വളരുന്നതിനും ത്വരിതഗതിയിലാണ് എൻ്റെ കുരുക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡെയിൻ ലൈഫ് നല്ല ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇതാണ് ഇത് നേരത്തെ എണീറ്റോണ്ട് ഞാൻ ഇതിട്ടാണ് വ്ളോഗ് എടുക്കാൻ നേരത്തെ എണീറ്റുന്നുള്ളൂ. ഞാൻ ഈ ടൈമിൽ ഞാൻ എണീക്കാറില്ലാത്ത ആളാണ്. ടിഷ്യൂ ഇടുന്നതാണ് ചുണ്ടിരുന്ന വ്ളോഗ് എടുക്കാൻ മാത്രമാണ് ഞാൻ ഈ നേരത്തെ എണീറ്റത്. ഇനി ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. എപ്പോഴും ഈ രാവിലെ തന്നെയുള്ള റൂട്ടീൻ കാണണം എന്നൊന്നും പറയുന്നുണ്ട്. രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കാറ്. നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നൊരു ഭ്രാന്താണത്. അവളെന്തേ പല്ല് വെച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് അവൾ കുറച്ച് കാശല്ല വീട്ടിലെ പെങ്കൊച്ച. അതുകൊണ്ട് അവളുടെ ഫേസ് വാഷ് നോക്കൂ സെറ്റ് ഫുൾ. ഞാൻ കുറച്ച് കാശ് വന്നു വീട്ടിലെ പെങ്കൊച്ച. അതുകൊണ്ട് അപ്പം ആർക്കെങ്കിലും ഞങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങൾ പരസ്യം ചെയ്തു തരുന്നതായിരിക്കും. ഫ്രീ പ്രൊഡക്റ്റ് മാത്രം മതി, കാശ് പോലും വേണ്ട ഞങ്ങൾക്ക്. അതെ 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 പ്രൊഡക്റ്റിലേക്ക് ഇപ്പം എല്ലാ ഞങ്ങൾ നിങ്ങൾക്ക് ഗുഡ് റിവ്യൂ ഞങ്ങൾ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഞങ്ങളുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ റോഡ് കാണിച്ചത് ഗൈസ്. ഇതാണ് ഇതല്ല കേട്ടോ, ഇതാണ് ഞങ്ങളുടെ റോഡ്. ഇത് ഞങ്ങളുടെ ഇപ്പുറത്തെ വീട്ടില്, ഇത് ഞങ്ങളുടെ ഇപ്പുറത്തെ വീട്, നടക്കൂടി ഞങ്ങളുടെ റോഡ്. ഇവിടെ നിന്ന് നേരെ പോയാൽ ഞങ്ങളുടെ റോഡ്, ഇതിൻ്റെ ബാക്കിലേക്ക് പോയാലും ഞങ്ങളുടെ റോഡ്. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇവിടെ ഏറ്റവും മേളിൽ ഒരു ബംഗാളി ഇരിക്കുന്നത് കണ്ടോ, അത് ബംഗാളികളുടെ വീടാണ്. പക്ഷെ പാവങ്ങളാണ്. അത് അലക്കാൻ പോവാം. അലക്കാൻ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കഴിക്കണം. നമുക്ക് അലക്കാനുണ്ട്. ചായ കുടിക്കണം. ഇവളെനിക്ക് ഓറഞ്ച്, ഇതെൻ്റെ ഓറഞ്ച് അല്ല. ആണോ? ഇത് വിവോ V29 പ്രോ അല്ല ഗൈസ്. ഇതെൻ്റെ ഫ്രണ്ട് ബിസ്മി. ഹായ് ബിസ്മി. ബിസ്മി ഇൻട്രോവേർട്ടാണ്. ചെരുപ്പിട്ടാണോ കൂടിയാ? ചെരുപ്പിടണില്ലേ? ഞങ്ങളുടെ കല്യാണം ചെരുപ്പിട്ടത്. ചെരുപ്പുണ്ടായിരുന്നോ? ചെരുപ്പിടാനാണ് തോന്നുന്നു ക്ലാസ്സിലേക്ക് ഓടിപ്പോയത്. ഇതെൻ്റെ ഫ്രണ്ട് പൂച്ചിത. അതെനിക്ക് ഫേസ് റിവീൽ ചെയ്യണമെന്നല്ലോ കുഴപ്പമുണ്ടോ യൂട്യൂബിൽ? വേണ്ട, അവൾ ഇൻട്രോവേർട്ടാണ്. ഞാൻ ഇത്രയും ഒരു യൂട്യൂബറാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പൂജിത. ഹായ് പൂജിത. ഹായ് എടുക്കടി. ഹായ്. പിന്നെ ക്ലാസ്സിൽ പോടി. ക്ലാസ്സിൽ പോകണോ വേണ്ടേന്ന്? ഇപ്പൊക്കെ ഭയങ്കര ഫീസാണ് നമുക്ക് അവിടെ കോളേജിലൊക്കെ. കാശുകളുണ്ട്. പിന്നെയാണോ ചെയ്യാതെ? ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ദോശ ചുടുവാണ്. ദോശയുണ്ട്, ദീപ്തിയുണ്ട്. ദോശയുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് മന്തി റൈസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുകയാണ് മന്തി റൈസിൻ്റെ ഒപ്പം മടമിടാൻ നടിയാൻ. ചിക്കൻ ഉണ്ടായിരുന്നില്ല. ചിക്കൻ പീസ് ചെറുതായിരുന്നു. ചെസ്റ്റ് പീസ് പോലും അല്ല, ആൽറിമാർ തന്നത്. അന്നേരം വെറും ചെറ്റകളാണ്. കുറച്ച് എണ്ണ ഒഴിച്ചേക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ വരാം ഗൈസ്. ബായ് ബായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു തിന്ന്. ഞങ്ങളാദ്യം ദോശയും ചമ്മന്തിയും കഴിച്ചു. പിന്നെ ഇപ്പോൾ മന്തി റൈസും തക്കാളി ചമ്മന്തിയും കഴിക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. മന്തി റൈസിൽ നമ്മൾ എന്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത കാരണം ഒരു ഇൻഗ്രീഡിയൻ്റ് അത് പറയാൻ പറ്റത്തില്ല. അതൊക്കെ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തരാം ഗൈസ്.
കൊതി ഇടരുത് അതിൻ്റെ മക്കളെ. സെൻസർ വരും ഓക്കെ ബൈ. കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മേളിലേക്ക് തിരിച്ചടക്കുന്നുണ്ട്. ഫുള്ളും കാണിക്കണ്ട, ഫുള്ളും വലിയ ഭംഗിയൊന്നുമില്ല, വലിയ കുടയൊന്നുമില്ലാത്തോളം. അപ്പം ഞങ്ങൾ ഷമാം ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു, ദോശ കഴിച്ചു, മന്തി റൈസ് കഴിച്ചു. ബൈ ഓൾമോസ്റ്റ് ഫുൾ. ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കെട്ടിക്കൊടുത്തതാണ്. പിന്നെ കഴിക്കാൻ മടിയായിട്ട് അയച്ചില്ല. ചേച്ചിയുടെ അടുത്ത ബർത്ത്ഡേക്ക് വരാൻ അവിടെ കിടക്കട്ടെ. അത് വേണമെങ്കിൽ കഴിച്ചോ. സോൻ പപ്പടി. ഇവിടെ എൻ്റെ ഷുഗർ കട്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ സോന പപ്പടിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഉപകാരമില്ല. ഓക്കെ ഗൈസ്, താഴെ വീണ സോന പപ്പടി. ഇപ്പൊ ഷെയ്ക്ക് കുടിച്ചല്ല ഞാൻ, പിന്നെ സോന പപ്പടി എന്നാ അല്ലേ? കള്ള ഷുഗർ കട്ടൊന്നല്ല ഗൈസ്, ഇത് ഒറിജിനൽ തന്നെയാണ്. നല്ല ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന്. പക്ഷെ ആ ഇപ്പം ഉണ്ടാക്കിയ ഷമാം ഷേക്കിന് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മധുരം ഉണ്ടായുള്ളൂ. കൊള്ളാം. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് അവളെ ക്ലാസ്സിൽ പോയി. ഇത്ര നേരം എൻ്റെ കൂടെ വീഡിയോയിൽ കലബല എന്ന് പറഞ്ഞിടുന്ന അവളിപ്പോൾ ക്ലാസ്സിൽ പോയി. ഫൈനലി ഞാൻ ഒറ്റക്കായി. ഒറ്റക്കെന്ന് പറഞ്ഞാൽ ഒറ്റക്കൊന്നുമല്ല, അല്ലെ ഒരു റൂമിൽ ഞാൻ അവിടെ ഒറ്റക്കാം. അപ്പം നമുക്ക് എൻ്റെ കുറച്ച് എന്നിട്ടാണ് എൻ്റെ കുറച്ച് എന്നിട്ടാണ് ഞാൻ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം എൻ്റെ കാര്യത്തിൽ. ഞാൻ അനുശ്രീ ഫ്രം എറണാകുളം, വൈപ്പിനിലാണ് എൻ്റെ വീട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണത്, ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അറിയണേ ഇവിടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്ന്. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള പ്രഷർ അവിടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. എന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ പഠിച്ചിട്ട് എന്തിനാണെന്ന് പറഞ്ഞ് എൻ്റെ പേര് താഴ്ത്തി കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ മനോവിഷമത്തിൽ ഞാനത് എൻ്റെ ഒരു എടുത്ത ചാട്ടത്തിൽ ഞാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഒരു 2.5-3 മാസമൊക്കെ അടുപ്പിച്ച് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ നിർത്തി. ഇപ്പം ഞാൻ അൺഎംപ്ലോയി ആണ്, സ്റ്റുഡൻ്റ് അല്ല. ഇപ്പം ഞാനിവിടെ വെറുതെ ഇവിടെ ഹോസ്റ്റലിൽ ഇരിക്കുന്നതാണ്. പക്ഷെ ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ഏരിയയാണ്. അപ്പം എന്നിട്ടാണ് ഇപ്പം ഞാൻ പഠിക്കാനൊക്കെ നോക്കാൻ പോണേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് കാശൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാശ് തന്നാലും എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ദിവസം എന്തെങ്കിലുമൊക്കെ വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ കരുതി. ഇങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചൊക്കെ തരാം. ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിങ്ങനെ രക്ഷപ്പെടട്ടെ. വഴികൾ നമ്മളെത്തുമ്പോൾ അടച്ചു പിടിക്കാൻ പാടുണ്ട്. ചില വഴികളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതിൽ നിന്നാണ് രക്ഷപ്പെട്ട് കരകയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെ അങ്ങനെ. അപ്പോൾ എന്നിട്ടാണ്, പക്ഷെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അങ്ങനെ അറിയത്തില്ല. ഞാനിപ്പോൾ നോക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെ കണ്ടൻ്റ് എന്നും എന്നിട്ടാണ് ഭയങ്കര പ്യുവറായിട്ടുള്ള കണ്ടൻസൊക്കെ ആയിരിക്കും. അല്ലാണ്ട് കണ്ടൻറ്റിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒപ്പി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കത്തുള്ളൂ. പിന്നെന്താണ്, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കടയിലേക്ക് പോകും. ഇവിടെ അടുത്തൊരു ബിസ്മി ഉണ്ട് വയറ്റിലിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു പോയല്ലോ ഞാൻ വയറ്റിലാണെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ കാണിക്കാതിരിക്കണേ. എന്നിട്ട് ഞാൻ റോഡൊക്കെ മാത്രമേ കാണിച്ചിട്ട് ഞാനിങ്ങനെ നിങ്ങളോട് ഗസ് ചെയ്യാൻ പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഞാനായിട്ട് തന്നെ പറഞ്ഞു വയറ്റിലാണെന്ന്. ഞാനിപ്പോൾ നിൽക്കണത് ഇപ്പോൾ വയറ്റിലാണ്.
ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡിസ്മിയിൽ പോകണം. കുറച്ച് സാധനം പിടിക്കാൻ റൂമൊക്കെ ഭയങ്കര അലമ്പാതാണ് കേട്ടോ, ഞങ്ങൾ അധികം കാണിക്കാത്തത്. ഇതാണ് ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇതാണ് എൻ്റെ സ്ഥലം. എൻ്റെ പക്ഷെ കുറച്ചുകൂടി നീറ്റാണ്. എൻ്റെ ഫയൽ, ചാർജർ, ഡ്രസ്, അത്ര സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഞാനെന്നും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഈ ഹോസ്റ്റലിൽ ഈ റൂമിലുള്ള ആൾക്കാരും കേൾക്കണ്ട ഞാനതൊക്കെ പറയണത്. എൻ്റെ മുഖത്ത് ഇത്ര വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഭയങ്കര വണ്ണം വെച്ചതാണ്. ഇത്ര ചപ്പിയായിരുന്നില്ല. എനിക്ക് പണ്ട് ഒരു 5-6 മാസം മുമ്പൊക്കെ ജോലൈനൊക്കെ ഉണ്ടായിരുന്നു. ത്വരിതഗതിയിൽ ഞാൻ വണ്ണം വെച്ച് 62 ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 74 ആയി. കുറ്റം പറഞ്ഞിട്ട് ആരുമില്ല, വണ്ണത്തിന് കുറ്റം പറയണല്ലോ. ഞാൻ നല്ല പോളി കാണും. ഭയങ്കര ഫുഡിയാണ് ഞാൻ, ഭയങ്കര. കുറച്ച് നേരം കാണാം, പുറത്തേക്ക് പോകുമ്പോൾ കാണാം. ഒരു അരമണിക്കൂർ തിരക്കുണ്ട്. ഒരു ലോങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിന് മേളിലാവും. അപ്പോൾ ആൾക്കാർക്ക് അതൊരു ഭയങ്കര കാണാനുള്ളൊരു മൂഡുണ്ടാകത്തില്ല. അപ്പം നമുക്ക് എന്താണ് ഒരു കുറച്ച് സെക്കൻഡ് കുറച്ച് മിനിറ്റ് വീഡിയോസൊക്കെ മാത്രം എടുത്താൽ മതി. ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കണതല്ല. ഓക്കെ ഗൈസ്, ബൈ. എന്നെ എടുക്കണ്ട. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഫോട്ടോച്ചിൽ പോവുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റിസ്വാനും കൂടി. റിസ്വാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ആണാണെന്ന്, പക്ഷെ അത് പെണ്ണാണ്, പച്ചപ്പെണ്ണ്. അപ്പോൾ ഹെൽമെറ്റ് കേട്ട് നമ്മൾ പോവുകയാണ്. ഹെൽമെറ്റ് വരുമ്പോൾ കാണിക്കാം. ഇവിടുത്തെ KSRTC-ക്കാർക്കാണെങ്കിലും ആർക്കൊരു കണ്ണും മൂക്കില്ലാത്ത ആൾക്കാരാണ് വണ്ടി ഓടിക്കണ കാര്യത്തിൽ. നമുക്കപ്പോൾ പോയിട്ട് വരാം ഗൈസ്. റിസാനെ കാണിച്ചു തരാം. റിസാന് ഇപ്പം റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെന്ന ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ റിസാൻ്റെ ഫേസ് റിവീൽ ചെയ്യാം. അത്ര നാൾ റിസാൻ ജീവിച്ചിരിക്കുമെന്നില്ല ദൈവത്തിനറിയാം. എനിക്ക് 1 മില്യണൊക്കെ അടിക്കുമ്പോൾ. ഓക്കെ ഗൈസ്, വൈറ്റില ഹബ്ബത്തി ഇത് സീനാണ് കേട്ടോ. റോട്ടിലൊക്കെ വെച്ച് ഇതെടുക്കല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ പറ്റത്തില്ല. അവള് സെലിബ്രിറ്റി ആണെന്ന് തോന്നണം അവള്, അതുകൊണ്ടാന്ന് തോന്നുന്നത്. ഇല്ല, ഞങ്ങൾ വാട്ടർ മെട്രോന് പോകാമെന്ന കരുതി ഞങ്ങൾ ഇവിടം വരെ എത്തി. പക്ഷേ ഞങ്ങൾ മൂഞ്ചിയിരിക്കണം. കാരണം ഇവിടെ നിന്ന് വാട്ടർ മെട്രോ ഇല്ല. കാക്കനാട്ട് വരില്ല, വയറ്റിലാട്ടോ കാക്കനാട് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സമയം കളയാൻ വേണ്ടി അതുപോലെ തിരിച്ച് നടക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ മെട്രോ എടുത്തിട്ട് പിന്നെ ആ വഴി എങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഈ തള. അപ്പോൾ അവിടെ ചെന്നിട്ട് ചേച്ചി തലക്കെട്ടടിക്കോട്ടെ ഞാൻ പിടിച്ചു അതേ ഊബർ ബുക്ക് ചെയ്താലാന്ന്. അപ്പോൾ ഇനി കുറച്ച് നേരം കേട്ട് കാണാം കേസ്. എവിടെയൊക്കെ എത്തിയിട്ട് ഇനി വീഡിയോ എടുക്കുക. മതിയായി നടന്ന്. എവിടെ പോയാലും ഇവളുടെ കൂടെ പോയാലും മൂഞ്ചല. എനിക്ക് തോന്നുന്നു ഇവള് ഭയങ്കര നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത്ര ഊമ്പലുകളിങ്ങനെ വാരി കൂട്ടുള്ളത്. എല്ലാ ഹബിനോടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി പിന്നെ റെക്കോർഡ് ചെയ്യും, ആൾക്കാർ നോക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്നിട്ടാണ് എവിടെ എത്തിയിരിക്കുന്നത് നിന്നെ കാണിക്കത്തില്ല. ഞങ്ങൾ വയറ്റില മെട്രോവിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. അയ്യോ നിന്നെ കാണാൻ, നിന്റെ മുടി മാത്രം കണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ എന്നിട്ടാണ് ഇവിടെ എത്തി. മെട്രോയിൽ കയറി ഞങ്ങളപ്പതേ മെട്രോ സ്റ്റേഷനിൽ കൂടി കയറി. ഇനി ഇവിടത്തെ കാര്യം ഉണ്ടാവുമെന്നാവും. നമുക്കപ്പോൾ അവിടെ ചെന്നിരിക്കാം. അവള് ടിക്കറ്റ് എടുക്കട്ടെ. ഞാൻ എൻ്റെ ക്യാമറയൊക്കെ വെച്ചേക്കണത് ശരിയാണെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്കുള്ള പോലെ അവിടെ പിടിക്കാം. ഓക്കെ ഗൈസ്, ഫോണിൽ ഇവളിപ്പോൾ ആരോടും പറയാതെ ഇപ്പോൾ യൂട്യൂബൊക്കെ ചെയ്യുമായിരുന്നു ഗൈസ്. ഇവക്കത് എത്രയോ പിന്നെ എന്തൊക്കെ വീഡിയോസ് ഇട്ടേക്കണം. അവിടെ എന്തൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ വീഡിയോസ് 17.3K
ഞാൻ ഇപ്പം ചെയ്യാത്തോണ്ടാ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യണില്ല. നമ്മളങ്ങനെ എന്തിട്ടാണ് ഇവിടെ എത്തി, മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ എത്തിരിക്കാനാണ്. ദയവായി മഞ്ഞ് വരയ്ക്ക് പുറകെ നിൽക്കുക. ഇനി അവിടെ ചെന്നിട്ട് വേണം ബിസ്മിയിൽ പോവാൻ. പോയത് ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ? ഇത് മഹാരാജാസിൽ ഇറങ്ങി ഞങ്ങൾ. ഇത് അവളുടെ ഫേസ് അല്ല ഇപ്പം കണ്ടത് അവളുടെ ഫേസ് അല്ല. ഞങ്ങളിപ്പോൾ പുലിയുടെയൊക്കെ താഴെയാണ് നിൽക്കുന്നത്. പുലിയുടെ താഴെ ഇത് അങ്ങനെ ഞങ്ങൾ നീണ്ട തിക്കും തിരക്കുകളും താണ്ടി ഞങ്ങളങ്ങനെ പള്ളത്തുരാമൻ ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെ എന്നിട്ടാണ് ഫോട്ടോഷി. ഇത് പുതിയ ഗ്രൗണ്ടാണ്. ഇതിന് റിനോവേഷന് കഴിഞ്ഞതുള്ളൂ. റിനോവേഷൻ എൻ്റെ കൂടെ വന്ന കുട്ടിയായിരുന്നു. അവരുടെ ഇവരാണ് ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓളിനോളായിട്ട് നിന്നത്. എൻ്റെ ബാക്കിൽ കാണിച്ചു തരാവേ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇപ്പം എനിക്ക് 74 കിലോ ഒരു ഊഞ്ഞാലൊക്കെ അറിയത്തില്ല. പൊട്ടുമാവും. കാര്യം നോക്കാം. വല്ല തടിമാടൻ ഇത് വെച്ചാണ് കെട്ടി വെച്ചേക്കണം. പിന്നെ ഇതെങ്ങനെ പൊട്ടിപ്പോവാനോ? ആഫ്റ്റർ സോ ലോങ് ടൈം ഞാനിങ്ങനെ ഈ ഊഞ്ഞാലൊക്കെ കാണണത് എന്തായാലും നൈസാ. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ നിന്നിട്ട് കാണിച്ചു തരാം. ഇത്ര ഏക്കറണക്കിനല്ല, എത്ര ഉള്ളില്ലേ. ഇതെല്ലാം റിനോവേറ്റ് ചെയ്തത് റിസ്വാൻ ആൻഡ് റിസ്വാൻ ടീംസാണ്. ഇവിടെ റിസ്വാൻ അവിടെ അവളവിടെ കാണുന്നില്ല. അതേ നിൽക്കണം. ഇതാണ് റിസ്വാൻ. ഇതാണിക്കാണ് റിസ്വാൻ. കപ്പിൾ ഗേൾസ്. ഇവിടെ കുറേ കപ്പിൾസ് ഇരിക്കാറാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഏതിൻ്റെയൊക്കെ സൈഡിലൊക്കെ കാണാം കപ്പിൾസൊക്കെ. എന്നാലും കൊള്ളാം, നല്ല കാമൻ വൈബ്. ഞാനൊക്കെ ഇവിടെ ആരെ കൊണ്ടതിരിക്കാനാ. ഹായ്, ഇത് നല്ലൊരു പ്ലാനാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അധികം റൂമിൽ വെക്കാൻ പാടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ഇവിടെ കുറേ അപ്പച്ചന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ലോക്കൽ ടീംസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൊരു മറ്റൊരു തെയ്യത്തിൻ്റെ ഒരു അടിപൊളി ഒരു പ്രതിമയുണ്ട്. മൊത്തത്തിൽ ഇതൊരു വൈബ് തന്നെയാണ്. ഇറ്റ് വാസ് നൈസ്. സി ശരിക്കും ഒരു മനുഷ്യരിക്കാൻ പോലെ. എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ വന്നിട്ടിങ്ങനെ ഒരു ദിവസം വന്നോട്ടെ ഗൈസ് ഈ പള്ളത്തുരാമനിൽ. കാരണം ഈ ടൈമൊക്കെ ആണെങ്കിലും വണ്ടികളുടെ ഒച്ചയൊക്കെ ഉണ്ടാവും. ഫേസ് സംസാരിക്കും, കുറേ വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് അടിപൊളിയാണ് ഈ സ്ഥലം. ഇപ്പോൾ വന്നിരിക്കാൻ ഒരു സിറ്റി ലൈഫിലകപ്പെട്ട് പോയ കുറേ യുവാക്കളും വയോജനങ്ങളും ഒക്കെ തിങ്ങിയറിഞ്ഞൊരു സ്ഥലമാണ് ഈ എറണാകുളം. പക്ഷേ എല്ലാവർക്കും ഇതൊരു ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണത് ഇവർക്കിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കൊരു അറിയത്തില്ല. പക്ഷെ എന്നെ കുറേ ആൾക്കാരെ നോക്കലുണ്ട്. അത്ര
നട്ട് ഒടിഞ്ഞിൻ്റെ ഈ ബസ്സിൽ തിക്കിത്തിറക്കി വന്നിട്ട് നടുവൊക്കെ ഒടിഞ്ഞ്. കാരണം ഈ ടൈമിലൊക്കെ ഭയങ്കര ആൾക്കാർ കൂടല്ലേ. ഈ ജോലി കഴിഞ്ഞു തന്നെ ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഇതിൽ. ഇവിടെ നിന്നൊക്കെ നല്ല ചവിട്ടം കിട്ടി കാലം. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഇങ്ങനെ ബസ്സിലേക്ക് കയറിയിട്ട്. കുറേ നാളായി അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇങ്ങനെ ഇപ്പം ഒന്ന് ഇറങ്ങിയപ്പോൾ അതിനൊരു ക്ഷീണം കിട്ടി എനിക്ക്. എൻ്റെ അകത്ത് അവിടെയാണ് കാർ പാർക്കിങ്, പക്ഷെ ഇവിടെ കൊണ്ട് ആൾക്കാർ വണ്ടി വെക്കണം. നല്ലൊരു സ്ഥലം. കപ്പിൾസാണ് കൂടുതലും, കപ്പിൾസാണ്. എന്താ എനിക്കാരില്ലാത്തിട്ട് ഞാനിത്ര കുശുമ്പെടുത്തിട്ട് എന്താ കാര്യം. ഞാൻ വിചാരിച്ച എനിക്ക് യൂട്യൂബ് ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ഞാൻ എന്ത് സംസാരിക്കും, ഞാൻ ആൾക്കാരെന്നെ എന്തെങ്കിലും പറയുമോ, ആൾക്കാരെന്നെ നോക്കും, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉള്ളിൽ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആദ്യത്തെ വീഡിയോ അല്ലേ. പക്ഷെ എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി എനിക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ നിന്ന് പോകണില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ നാളത്തേക്ക് നിലനിന്ന് പോട്ടെ. ഓക്കെ, അടുത്ത ക്ലിപ്പിൽ കാണാം. ബായ്. അടുത്ത വീഡിയോ അല്ല കേട്ടോ, അടുത്ത ക്ലിപ്പിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഫോട്ടോ വേണമായിരുന്നു. വണ്ടി എടുത്ത് ഫോട്ടോ വേണമായിരുന്നു. അതിപ്പോഴാണ് കേട്ടോ ചോദിക്കണോ? ഇനി വേണ്ട. ഞാൻ മുടിയൊക്കെ കെട്ടി ഇപ്പോഴാണ് ചെയ്യിക്കണത്. ഞാൻ മുടിയൊക്കെ കെട്ടി വണ്ടി എടുത്ത് ചോദിക്കണം. ഞാൻ എൻ്റെ ഫോട്ടോ കഴിഞ്ഞു കള്ളപ്പന്നി. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് റൈഡർ കണ്ണാപ്പി വണ്ടി ഓടിച്ചു തുടങ്ങി. അയ്യോ, കുറച്ച് അടുത്തേക്ക് ഇരിക്കേട്ടായി. പിന്നെ എവിടേക്കിലേക്ക് എത്തിയിട്ട് ഞാൻ അടുത്ത പക്ഷെ ഇവളുടെ നല്ല ഡ്രൈവിംഗ് ആണ്. ഇവളുടെ ഡ്രൈവിങ്ങിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഞാൻ ഇറക്കിയാൽ മതിയോ? കാരണം അന്ന് നമ്മൾ കുറച്ച് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇതിലൂടെ. അല്ലെങ്കിൽ എനിക്ക് ചില ആൾക്കാരുടെ കൂടെ എനിക്ക് ഭയങ്കര പേടിയായിരിക്കും എനിക്ക്. പക്ഷേ റൈഡർ, പ്രോ റൈഡർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതേ ഓരോ ഉരുട്ടിട്ട് ഫ്രണ്ടിലത്തെ പല്ലൊക്കെ പോയി. ഇപ്പൊ എത്ര വർഷം വണ്ടി എടുത്തിട്ട്? ഫസീനോ പള്ളി, ഏതൊരു പള്ളി? 2023 ജനുവരിയിൽ എടുത്തത്. ഞങ്ങളിപ്പോൾ നമ്മൾ ഏത് വഴി പോയിക്കൊണ്ട് അമരാവതി റോട്ടിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ് വണ്ടിക്ക്. ഫോട്ടോസ് ഇവിടെ കുറേ പാർക്കുകളുണ്ട് ഞാൻ ചെയ്തത്. പക്ഷെ അതൊന്നും ചിലപ്പോൾ കാണിച്ചു തരില്ല, കാരണം എനിക്ക് അത് പെട്ടെന്ന് ഇവർ ഇവരുടെ ഭയങ്കര ഇതിനോട് വൈൽഡായിട്ടുള്ള വൈൽഡ് റേഞ്ച് ഓഫ് ഇതിൻ്റെ കമ്പനിയാണ് ഇവിടെ. വൈൽഡ് റേഞ്ച് ഓഫ് കമ്പനിയാണ് ഇവരുടെ. ഇവരുടെ എന്തിനാണ് കൂടി പോയത്. ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇങ്ങനെ ആർക്കിടെക്ട്. കാരണം ഇവളൊരു പാവമാണ്. ഇവളുടെ മനസ്സിൽ ദുഷ്ട മനസ്സല്ല ഇവളുടെ. കാരണം ഇവള് എവിടെയെങ്കിലൊക്കെ എത്തും. പിന്നെ ആൾക്കാർ പറ്റിച്ചാലേ ഉള്ളൂ. ആര്യാസാണ് ഇവളുടെ സ്ഥിരം വാഷ്റൂം എന്നാണ് ഇവള് പറയണത്. ആര്യാസുകാര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ വെച്ചുതരാം. ഇവളെ പരമാവധി അടുപ്പിക്കാതിരിക്കുക, ആ പഞ്ചായത്തിൽ അടുപ്പിക്കാതിരിക്കുക. അങ്ങനെ ഞങ്ങള് ഫുഡിങ് കയറിയിരിക്കുന്നു. രണ്ട് ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് എൻ്റെ തല ആയിട്ടിരിക്കുന്ന ആളെ കാണിക്കത്തില്ല. കൈ കാണിച്ചു. ആ ഹെൽമെറ്റ് വെക്കുന്ന ആളെ കാണിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി ഭയങ്കര ഇൻവെർട്ടറാ. ഇത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. കുഴപ്പമില്ല, നല്ല ആംബിയൻസ് ഒക്കെയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കാം. ഞങ്ങൾ ബീഫ് ഫ്രൈയും
അത്രയ്ക്ക് ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണത് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതൊക്കെയാണ്. പൊറോട്ടയും BDF ബീഫ് ബീഫിൻ്റെ ഗ്രേവി. എനിക്ക് പക്ഷേ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് അലർജി ഉള്ളതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കഴിക്കും. പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ച കേസ് അപ്പം കഴിച്ചിട്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി വണ്ടി എടുക്കാൻ പോകുന്നു. പേടിക്കണ്ട, കാണിച്ചില്ല. ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് നീക്കിയെടുത്തരൂ, അവിടെ ചീർച്ച. ഞങ്ങൾ ഫുഡ് കഴിച്ചത് എടുക്കാതിരുന്നത് നിങ്ങളുടെ കൊതിയും പ്രാക്കും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അയ്യോ ഓക്കെ, നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ആഫ്റ്റർ സോ ലോങ് ടൈം ഞാൻ കട്ടൻ ചായ കുടിച്ചു. നീ കുടിച്ചായിരുന്നു? ഞാൻ ഫുള്ള് കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായി. പൊറോട്ടയുടെ കൂടെ കട്ടൻ ചായ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിനക്ക് പിന്നെ കട്ട വേണ്ടാന്ന് പറഞ്ഞോണ്ട് പഠിച്ചു. ഇതാണ് ഹോട്ടൽ അഫ്രീന അല്ലേ, അറഫ ഫ്രം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അതിൻ്റെ ഇടയിലല്ലേ? മട്ടാഞ്ചേരി. നല്ല ഫുഡാണ്, കഴിക്കണം. അറഫക്കാരത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ GP നമ്പർ ആണെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. ഇവിടെ കുറേ ചിക്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. മിനാറിൽ സ്ഥിരം പാലസ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഒന്ന് എന്തെങ്കിലും സാധനം തിന്നാൻ വാങ്ങിച്ചു. അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം യൂട്യൂബിൽ വരും കേട്ടോ പറയണൊക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ, റിസ്വാന്റെ ലവറിന്റെ പേരാണ് ബാലു. ഇവര് ഭയങ്കര മാച്ചിങ് കപ്പിൾസ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ഇത്. ഇതോ ഇവിടെ ഞാൻ പണ്ടൊരു ഭയങ്കര ഇവിടെയല്ല, ഇവിടെ നിന്ന് ഇപ്പൊ ആ വന്ന ഒരു ലെഫ്റ്റ് റോഡ് കയറണം. ലെഫ്റ്റ് റോഡ് കയറി നമ്മൾ ഗുജറാത്തി ടെമ്പിൾ പറഞ്ഞ സ്ഥലത്തുണ്ട്. ഗുജറാത്തി ടെമ്പിൾ, അങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ. ഗുജറാത്തീസിന്റെ മനസ്സിലായല്ലോ, കൊങ്ങിനി അവരുടെ അങ്ങനെ എന്തോ. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ ഹോസ്റ്റലെത്തി. എന്താണ് അത് ഞാൻ പറയാം, ഭയങ്കര സീന. അപ്പം ഞങ്ങൾ ഹോസ്റ്റലെത്തി. രശ്മികാന്താന്റെ ഫെൻസ് അപ്പം ഞങ്ങൾ ഹോസ്റ്റലെത്തി. ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. ഇനി നാളെ രാവിലെ അടുത്ത വ്ലോഗ് ഉണ്ടാകുന്നതാണ്. സ്റ്റേ ട്യൂൺ. ആൻഡ് ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പിടിച്ചതല്ല കേട്ടോ, ഇത് പറഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പം നാളെ വീഡിയോയിൽ കാണാം. വർക്ക് വൈകി കുളിക്കണം, മേക്കപ്പ് കളയണം, സ്കിൻ കെയർ ചെയ്യണം, കിടന്നുറങ്ങണം, നാളെ എണീക്കണം, ഫുഡ് കഴിക്കണം, ചപ്പാത്തിയും ചമ്മന്തിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിയേറ്ററിൽ പോകണം. ബിക്കോസ് കാശില്ല പോപ്കോൺ മേടിക്കാൻ. അപ്പം മറ്റേ എന്തിട്ടാണ് എന്ത് ഇവള് എന്നെ പറഞ്ഞ് പറ്റിച്ചു ഇവള് വരുന്ന കഴിക്കുമ്പോൾ എനിക്ക് ഞാൻ മാവൊക്കെ പരത്തി വെച്ച് ഇവള് ആ നേരെ ഫോട്ടോ വെച്ച് പോയി. ഞാൻ കണ്ടിപ്പോഴും ഇരിക്കുന്ന വേഷം കണ്ടു. ഇവള് വരെ പറഞ്ഞിട്ട് പറ്റിച്ചെന്നിട്ട് ഇപ്പം പറയാ ഫുഡ് വേണ്ടാന്ന്. ഞാൻ വെറുതെ ഉണ്ടാക്കി. ഇവളിവിടെ 3 മാസം ഉണ്ടാവുമെന്നാണ് ഇവള് പറയണത്. ഈ 3 മാസം ഞാനിത് കേൾക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വേറൊരു വിഷമമുണ്ട്. അത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന പെങ്കിച്ച് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പം അവക്ക് വിശക്കണം. ഇല്ല കേസ്, ഞാൻ കള്ളം പറയാറില്ല, ഞാൻ സത്യം മാത്രമേ ബോധ്യപ്പെടുത്താറുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കള്ളം പറഞ്ഞത് പോകണം. അതാണ് നമ്മുടെ നിലനിൽപ്പിന് നല്ലത്, നമ്മളുടെ ചുറ്റിലുള്ളവരുടെ നിലനിൽപ്പിന് നല്ലത് അല്ലേ? പക്ഷെ എനിക്ക് ഇവളെ പ്രാക്കാണ് തോന്നുന്നുണ്ട്, ഇവളെ കൂട്ടാതെ പോയി കഴിച്ചിട്ട്. എനിക്കിപ്പോൾ ഇത് ഛർദ്ദിക്കാനൊക്കെ എന്നെ പോലെ തോന്നണം. അതുകൊണ്ട് ഇവള് കഴിച്ചില്ല, പക്ഷെ ഞാൻ തന്നെ കഴിച്ചു. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം.